മുസ്ലിമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുസ്ലിമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഷിആറുകളാണ് നമ്മളെ തലയുള്ള തൊപ്പിയും നമ്മളെ ഡ്രസ്സും പള്ളിയിലേക്കുള്ള വരുത്തും കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ എല്ലാം ഒത്തിണങ്ങി അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ ഖലഫ വഇദാ ഉത്മിന ഖാന, ഈ 3 കാര്യങ്ങളാണ് ഒരു മുനാഫിക്കിൻ്റെ അടയാളത്തോടു കൂടി നമ്മൾ മരിച്ചു പോകാൻ പാടില്ല. അപ്പോൾ ഈ 3 സംഗതിയും ജീവിതത്തിൽ നിന്ന് മസ്റ്റായിട്ടും നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെ? ഒന്ന്, സംസാരത്തിൽ വരുന്ന കളവുകൾ. എത്രത്തോളം എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ചെറുങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫോൺ വരുന്ന സമയത്ത് നിങ്ങളവിടെ ഉണ്ടോ, വീട്ടിലുണ്ടോ, അപ്പം അങ്ങോട്ട് വരട്ടെ, വീട്ടിലുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പം ഇങ്ങോട്ട് വരും എന്ന് തോന്നിയാൽ നമ്മൾ ചിലപ്പം പറയുന്നത് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ഇല്ല, നാളെ വന്നോളി, അല്ലെങ്കിൽ രാത്രി വന്നോളി. അങ്ങനെ ഒരു പറച്ചിൽ, അതൊരു കളവല്ല എന്ന് എല്ലാവരും വിചാരം, പക്ഷെ അതൊരു കളവാണ്. പെണ്ണുങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങളൊരു ഇറച്ചി ഒന്ന് വിളിച്ച് പറയും, ഇവിടെ ഒരു കൊണ്ടുപോയി തന്നോളൂ, നിങ്ങളൊന്ന് വിളിച്ച് പറയട്ടോ, ഉച്ചയാകുമ്പോൾ ഉച്ചക്ക് ഇറച്ചി കിട്ടണം. നമ്മളതങ്ങോട്ട് മറന്നു പോയപ്പോൾ എന്തായി? പിന്നെ ഒരു 11:30 മണിക്ക് പെണ്ണുങ്ങൾ ചോദിക്കാൻ, അല്ല നിങ്ങൾ ഇറച്ചിക്കാരനെ വിളിച്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ മീൻകാരനെ വിളിച്ച് പറഞ്ഞില്ല, മീൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നോ ചോദിക്കുമ്പോൾ നമ്മളടുത്ത് മറന്നുപോയതാ സംഭവം. ഇപ്പോൾ എന്താ പോലോട് പറയാം? അപ്പം നമ്മൾ എന്ത് പറയും? അല്ല, എത്ര വിളിച്ചിട്ടും ഒരു ഫോൺ എടുക്കണില്ല, എന്താ ഇപ്പം ചെയ്യുക? ഫോൺ എടുക്കണേ, മൂപ്പര് ഫോൺ എടുക്കണില്ല. അപ്പം തൽക്കാലം ഭാര്യൻ്റെ മുമ്പ് നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ, തൽക്കാലം ഭാര്യൻ്റെ മുമ്പ്, കാരണം അവിടെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചീത്ത കേൾക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒഴിഞ്ഞു മാറുക. അത് കളവല്ല എന്നാണ് നമ്മൾ വിചാരം. എന്ത്? അതും കളവാണ്, കളവിൻ്റെ ലിസ്റ്റിൽ പെടും. അതാ ഇതാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ കളവ് വരുന്നു, സംസാരിക്കുമ്പോൾ കളവ് പറയാം. അത് എന്താണ്? അത് മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്.